രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ മൂന്നാം പരാതി വിദേശത്തുള്ള അതിജീവിതയുടെ രഹസ്യമൊഴി ഇതിൽ രേഖപ്പെടുത്തി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ എംബസി വഴിയാണ് മൊഴി നൽകിയത്. ബുധനാഴ്ച എംബസിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. TS ഹരീഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. ഹരീഷ്ണ, ഈ മൊഴി രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തിരുവല്ല കോടതിയാണ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ മൊഴി രേഖപ്പെടുത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട് വിദേശത്തുള്ള അതിജീവിതയുടെ പരാതി നേരത്തെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ ജാമ്യം ലഭിച്ചതാണ്. പക്ഷെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതാണ് അതിജീവിതയുടെ മൊഴി. പക്ഷേ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത്, സമീപകാലത്തൊന്നും ഈ രീതിയിലൊരു ഇങ്ങനെ മൊഴി രേഖപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല. അതായത് വിദേശത്തുള്ള ഇന്ത്യൻ എംബസി വഴി അവിടുന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴി തിരുവല്ല കോടതി മൊഴി രേഖപ്പെടുത്തുകയുണ്ടായത്. മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഈ മൊഴി പകർപ്പ് അതിജീവിതയ്ക്ക് അയച്ചു കൊടുക്കുകയും ഒപ്പിട്ടത് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലാണ് ആ നടപടിക്രമങ്ങൾ പാലിച്ചത്. എന്തായാലും ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് പിന്നെ മൊഴി രേഖപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ വെല്ലുവിളിയാ. രാഹുൽ മാങ്കൂട്ടത്തിലെ നാളെ തന്നെ അറസ്റ്റ് ചെയ്ത് ആജീവനാന്തം ജയിലിലിടാൻ പോകുക. ഇനി എന്താ ഒരു വഴിയുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിൽ? ആ ജയിലിൽ കിടന്ന് ജീവിതം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ മരണം വരെ ജയിലിൽ കടക്കേണ്ടി വരും. പിന്നെ വല്ലാത്ത വെല്ലുവിളിയാ രാഹുൽ മാങ്കൂട്ടത്തിന്. രാഹുല് മൂത്രം മാത്രമല്ല അപ്പിയും പോയി. ഈ മൊഴി കൊടുത്തതോടുകൂടി ഷഡ്ഡിയില് ജട്ടിയിൽ അപ്പി പോയി. ഏത് ഷഡ്ഡി? ആന്റണി രാജു അടിച്ചു മാറ്റിയ ജട്ടിയില്ലേ, അതന്നെ. ഇനിയിപ്പോ ഈ ഷഡ്ഡിയും എന്താവും? കോടതിയിൽ തൊണ്ടി മുതലാവും. കാരണം എന്താ, മൊഴി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പിപ്പോയ ഷഡ്ഡിയാണിത്. കോടതിയിൽ ജട്ടി എന്താവും? തൊണ്ടി മുതലാകും. പിന്നെ വല്ലാത്ത കുരുക്ക, രാഹുലിന് വല്ലാത്ത വെല്ലുവിളിയാ. എന്ത് വെല്ലുവിളിയടോ, എന്ത് കുരുക്ക്, ഏതർത്ഥത്തില്? ഈ കേസ് കേരളത്തിലെ മാപ്രകൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യാപേക്ഷ തള്ളി. അടച്ചിട്ട മുറിയിൽ കേട്ടതിന് ശേഷം, നാളെ പറയാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതിന് ശേഷം പിറ്റേന്ന് വന്നപ്പോൾ ബെയിൽ അപ്ലിക്കേഷൻ ഡിസ്മിസ്ഡ് എന്ന ഒരൊറ്റ സെൻറ്റൻസിൽ അവിടെ അവസാനിപ്പിച്ചു അല്ലേ? രാഹുൽ മാങ്കൂട്ടം എന്തായി? പത്തനംതിട്ടയിലെ ജില്ലാ കോടതിയിൽ പോയി, സെഷൻസ് ആൻഡ് ജില്ലാ ഡിസ്ട്രിക്ട് കോടതിയിൽ പോയി. അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചു. 18 ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ പുറത്തു വന്നു. ആ പുറത്തു വന്ന ആ ജാമ്യവിധിയിൽ എന്താണ് കോടതി രാഹുലിനോട് ചോദിച്ചത്? കമാ എന്നൊരക്ഷരം ചോദിച്ചിട്ടില്ല. പിന്നെ ആരോടാ കോടതി ചോദിച്ചത്? ഈ പറയുന്ന പരാതിക്കാരിയോടാ. ഈ പരാതിക്കാരിക്ക് എന്താ പറയാനുണ്ടായിരുന്നത്? പരാതിക്കാരിയുടെ പരാതി കോടതിക്ക് മുമ്പിലുണ്ടല്ലോ, ഉണ്ട്. ഇപ്പം മൊഴിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പരാതിയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ അല്ലേ? എന്ന് പറഞ്ഞാൽ പരാതിയിൽ പറഞ്ഞ അതേ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ശരി, ഉറച്ചു നിന്നോ. വേണമെങ്കിൽ കുറച്ച് സൂപ്പർ ഗ്ലൂ വാങ്ങിയിട്ട് കാലിനടിയിൽ ഇട്ടിട്ട് ഇങ്ങനെ നിന്നാൽ മതി. അപ്പോൾ ഇനി അവിടെ നിന്ന് കാലൊന്നും എടുത്ത് മാറ്റണമെന്ന് കരുതിയാൽ പോലും, അങ്ങനെ ആഗ്രഹിച്ചാൽ പോലും നടക്കില്ല. കാരണം എന്താ, ആ ഒരു ബലമുണ്ടാകും. സൂപ്പർ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചത് കൊണ്ട് അവിടെ തന്നെ ഉറച്ചു നിൽക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ പരാതിക്കാരിയോട് ജില്ലാ കോടതി എന്താ ചോദിച്ചത്? എവിടെ പീഡനം, എവിടെ ബലാത്സംഗം, എവിടെ സാമ്പത്തിക ചൂഷണം, എവിടെ ക്രൂരത, എവിടെ മർദ്ദനം? നിങ്ങളല്ലേ അത് കഴിഞ്ഞും വീണ്ടും രാഹുലിനെ പോയി കണ്ടുകൊണ്ടേയിരുന്നത്. സാമ്പത്തിക ചൂഷണമായിരുന്നെങ്കിൽ ഏപ്രിൽ 8 പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന പരാതിക്കാരി ഏപ്രിൽ 14 എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് വിഷു കൈനീട്ടം അയച്ചു കൊടുത്തു? എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് വിദേശത്തേക്ക് കൊണ്ടുപോയി? പരാതിക്കാരിക്ക് പിന്നിൽ വലിയ ഒരു സംഘമുണ്ട്. അതാണ് ഇപ്പോൾ ഒരു വലിയ ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. എന്താ, മൊഴിയെടുക്കാൻ നേരിട്ട് വന്ന് മൊഴി നൽകണമെന്നാണ്. അതും വിത്തിൻ 3 days ആണ് മൊഴി കൊടുക്കേണ്ടത്. അതൊന്നും നടന്നിട്ടില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കാരണം എന്താ, പിന്നിലുള്ള ആളുകൾ അവരുടെ അധികാരം ഉപയോഗിച്ച് ഇതിനൊക്കെ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. വിദേശത്ത് നിന്ന് പരാതിയിൽ പറയുന്ന ആള് മൊഴി കൊടുക്കുക. രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത് വന്ന് നാട്ടിൽ ഹോട്ടൽ മുറിയെടുത്ത് ദിവസങ്ങളോളം
കാത്തിരുന്ന വ്യക്തി മൊഴി കൊടുക്കാൻ നാട്ടിലേക്ക് വരുന്നില്ല. മൊഴി കൊടുക്കാൻ നാട്ടിലേക്ക് വരുന്നില്ല. മൊഴി കൊടുക്കാൻ വരുന്നതിന് പകരം അവിടെ തന്നെ ഇരിക്കുക. കാരണം എന്താ, ഇവിടുന്ന് ഈ പറയുന്ന പരാതി അയച്ചു കൊടുത്ത വ്യക്തി പറഞ്ഞത് അവിടെ ഇരുന്നാൽ മതി, കേരളത്തിലേക്ക് വരണ്ട എന്നാണ്. മൊഴി കൊടുക്കാൻ കേരളത്തിലേക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് ഇവൻ ഈ 2025 ഏറ്റവും അവസാന ദിവസങ്ങൾ പോലും കേരളത്തിൽ ഇരുന്ന് രാഹുലിനെ കാണാൻ വേണ്ടി കാത്തിരുന്ന വ്യക്തി, ദിവസങ്ങളോളം കാത്തിരുന്നിട്ടും അതിന് സാധിക്കാതെ വന്നപ്പോൾ ഫെനീനൈനാനെ വിളിച്ച് രാഹുലിനെ കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തി ഇപ്പോൾ മൊഴി കൊടുക്കാൻ മാത്രം കേരളത്തിലേക്ക് വരുന്നില്ല, സ്വന്തം നാട്ടിലേക്ക് വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഒരു നിർദ്ദേശം ഉണ്ട്, ഇങ്ങോട്ട് വരണ്ട, അവിടെ ഇരുന്നാൽ മതി. കാരണം എന്താ, ഇവിടെ വന്നാൽ ചിലപ്പോൾ വ്യാജ പരാതി നൽകിയതിന് അറസ്റ്റിലാകും. ആ അറസ്റ്റ് ഭയന്നിട്ടാണ് ഇപ്പൊ എംബസി വഴി മൊഴി നൽകിയിരിക്കുന്നത്. ഒരാള് ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നീക്കുപോക്കുകൾ നടത്തുന്ന വ്യക്തി, ആ വ്യക്തി ഈ നിയമങ്ങൾ അറിയുന്ന നിയമവിദഗ്ധരെ കണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ട, വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കൗണ്ടർ പെറ്റീഷനോ മറ്റുള്ളതോ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അറസ്റ്റിലേക്ക് പോകും, ചിലപ്പോൾ വിദേശത്തേക്ക് തിരിച്ചു പോകാൻ പറ്റാതെ വരും, അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് നിയമോപദേശം നൽകിയത്. അത് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, അത് കാരണം ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ അവിടെ പോയി എംബസിയിലിരുന്ന് ഈ മൊഴിയെടുക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ പിന്നിൽ നടക്കുന്ന വ്യക്തികൾ ചെയ്തു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലായി ഇപ്പോൾ ഇങ്ങനെ ഒരു മൊഴിയെടുപ്പ്. മനസ്സിലായില്ലേ? എത്ര ആൾ വേണമെങ്കിൽ എത്ര പരാതി കൊടുത്തോട്ടെ, എത്ര മൊഴികൾ കൊടുത്തോട്ടെ, എന്ത് കൊടുത്താലും ഈ പരാതികളും ഈ മൊഴികളുമൊക്കെ കോടതിയിൽ തകർന്നടിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതത്രയേ ഉള്ളൂ, അതിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ രാഹുലിന് വെല്ലുവിളിയോ രാഹുലിന് കുരുക്കോ ഒന്നും തന്നെ ഇല്ല. രാഹുലിനൊരു നഷ്ടമുണ്ട്. ഈ പരാതികൾ കൊണ്ട്, ഈ വിവാദങ്ങൾ കൊണ്ട്, ഈ ആരോപണങ്ങൾ കൊണ്ട് രാഹുലിനുണ്ടായ വലിയ നഷ്ടമെന്ന് പറയുന്നത്, ഒന്നാമത്തെ നഷ്ടം അയാൾ പാർട്ടിക്ക് പുറത്തായി എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേണമെങ്കിൽ ഒന്നാമത്തെ നഷ്ടമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അയാൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനമെടുത്തു എന്നുള്ളത്. കാരണം രാഹുലിന് മുന്നിൽ അതിന് പറയാനുണ്ടായ അയാൾ മുന്നോട്ട് വെക്കുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, ആരോപണങ്ങൾ വന്നതല്ലേ, അഗ്നിശുദ്ധി വരുത്തിയിട്ട് ഇനി താൻ പൊതുപ്രവർത്തനത്തിനുള്ളൂ എന്നുള്ളതാണ്. തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ ഇനി പൊതുപ്രവർത്തനത്തിന് ഇറങ്ങൂ എന്നുള്ളതാണ് അയാളുടെ ഒരു വാശി. അതുകൊണ്ട് അയാൾക്ക് നഷ്ടമാകുന്നത് എന്താണ്? ഒരു 5 വർഷക്കാലം നഷ്ടമാകും. കാരണം ഇപ്പോൾ ഈ കോടതി നടപടികളും കേസും വിചാരണയും ഒക്കെ അവസാനിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഞാൻ പറയുന്നത് ഒരു 5 വർഷക്കാലം എടുക്കും. 5 വർഷം കൊണ്ട് തീരുവഹിച്ചാലില്ല. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് അയാൾക്ക് ഒരു 5 വർഷക്കാലം അയാളുടെ ജീവിതത്തിലെ പ്രൈം ടൈമിൽ ഒരു 5 വർഷക്കാലം അയാൾക്ക് നഷ്ടമാകും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതിനപ്പുറത്തേക്ക് ഇതിൽ മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരുവിധ വെല്ലുവിളിയും ഇതില്ല. ഇവൻ ഈ കഴിഞ്ഞ ദിവസം പോലും ഹൈക്കോടതിയും ഇതേ കാര്യങ്ങൾ പറയുന്നു. ഇനി മൂന്നാമത്തെ പരാതിയിലാണല്ലോ ഇപ്പോൾ ഈ മൊഴി, എംബസി വഴിയുള്ള മൊഴിയെടുപ്പൊക്കെ നടക്കുന്നത്. ആ പരാതിയിൽ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയും ഇത് തന്നെ പറയുന്നു. ജില്ലാ സെഷൻസ് കോടതിയും ഇത് തന്നെ പറയുന്നു. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കോടതികളിൽ രാഹുലിനൊരു വെല്ലുവിളിയുമില്ല, രാഹുലിനൊരു കുരുക്കുമില്ല, ഒരു പ്രതിസന്ധിയുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. മനസ്സിലായില്ലേ? എന്താണെങ്കിലും വലിയ മൊഴിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ, മൊഴി കൊടുത്തോ, കുഴപ്പമില്ല. മൊഴിയൊക്കെ കൊടുത്ത ആള് ഒരു മറുപടി മാത്രം പറഞ്ഞാൽ മതി. എന്താണ്? ഏപ്രിൽ 8 രാഹുൽ പീഡിപ്പിച്ചു. ശരി, നിങ്ങൾ പറയുന്നത് സമ്മതിക്കുന്നു. രാഹുൽ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു, മർദ്ദിച്ചു, മുഖത്ത് തുപ്പി, അടിച്ചു, ഒക്കെ ശരി. അതേ ഏപ്രിൽ 14 എന്തിനാണ് നിങ്ങൾ രാഹുലിന് ഒരു 10,000 രൂപ അയച്ചു കൊടുത്തത്? എന്തിനാണ് വിഷുക്കൈ നീട്ടം നൽകിയത്? അതിനൊരു ന്യായീകരണം, അതിനൊരു ക്യാപ്സ്യൂള് മതി.
നിങ്ങൾ പറയുന്നതൊക്കെ സമ്മതിക്കാം. അത് മാത്രം കിട്ടിയാൽ മതി, ഒരു ക്യാപ്സ്യൂൾ അതിന് മാത്രം. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതെല്ലാം സമ്മതിക്കാം. ക്യാപ്സ്യൂൾ മതി, ഞങ്ങൾക്ക് പൂർണ്ണമായി 100% തൃപ്തിയാവുന്ന ഒരു മറുപടി വേണ്ട. ജസ്റ്റ് ഒരു ക്യാപ്സ്യൂള്, ഏത് AKG സെൻ്ററിൽ നിന്ന് ഇറക്കുന്ന ഒരു ക്യാപ്സ്യൂള് കിട്ടിയാൽ മതി. എന്തെങ്കിലും ഒന്ന് ഉരിയാടിയാൽ മാത്രം മതി എന്നാണ് പറയാനുള്ളത്. മനസ്സിലായില്ലേ? ആൻഡ് കേരളത്തിലെ മാപ്രകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ താല്പര്യങ്ങളും അജണ്ടകളും നിങ്ങൾക്ക് ആ ബോധ്യങ്ങളെ വിളിച്ചു പറയാൻ സമ്മതിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ അങ്ങനത്തെ ആളുകൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ ബോധ്യങ്ങൾ വിളിച്ചു പറഞ്ഞില്ലെങ്കിലും ഇത്തരത്തിൽ വ്യാജങ്ങൾ പടച്ചു വിടാതിരിക്കുക എന്നുള്ളത് ഒരു ധാർമ്മികതയല്ലേ, ഒരു മാന്യതയല്ലേ? അപ്പോൾ അതിനനുസരിച്ചെങ്കിലും ഒന്ന് ശ്രമിക്കുകയെങ്കിലും ചെയ്യേ. കാരണം നിങ്ങൾക്കിപ്പോൾ അറിയാലോ, 1ഉം 2ഉം 3ഉം മൂഞ്ചിയ സ്ഥിതിക്ക് 4മത്തത് ലോഡിങ് ആവുന്നുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാലോ. എന്തുകൊണ്ടാണ് 4മത്തതിലേക്ക് ചെന്നെത്തിയത് എന്നും നിങ്ങൾക്കറിയാലോ. ഈ 1ഉം 2ഉം 3ഉം മൂഞ്ചിയപ്പോഴാണ് 4മത്തതിലേക്ക് പോകുന്നത്. ഇനി അതും മൂഞ്ചുമ്പോൾ 5ലേക്ക് പോകുമെന്നുള്ളതും നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഈ ബോധ്യങ്ങൾ വിളിച്ചു പറയാനെങ്കിലും തയ്യാറാവുന്നില്ലെങ്കിൽ ഈ വ്യാജങ്ങൾ പടച്ചു വിടുക, രാഹുലിനെ വല്ലാണ്ട് കുരുക്കിക്കളയാം, മെരുക്കിക്കളയാം, വെല്ലുവിളിച്ച് കളയാം എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അതിന് മാത്രമൊന്നും നിങ്ങൾ വളർന്നിട്ടില്ല എന്നെങ്കിലും മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് ആ ഒരു തിരിച്ചറിവ്, രാഹുലിനോട് മുട്ടാൻ മാത്രം ഞങ്ങളായിട്ടില്ല എന്നെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞൂടെ?